ആണ് ഈ കാണിക്കുന്നത്. കീഴ്ശേരിയിൽ നിന്ന് വരുമ്പോൾ വലത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ ടീച്ചർ പള്ളി റോഡ്, അതുപോലെ തന്നെ കൊണ്ടോട്ടിയിൽ നിന്ന് വരുമ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ വരുന്ന റോഡാണ് ടീച്ചർ പള്ളി റോഡ്. ഈ ടീച്ചർ പള്ളി റോഡ് ഇറക്കം ഇറങ്ങിയാലുള്ള ദൃശ്യമാണ്. ഒന്നുകൂടി കാണിക്കുകയാണ്. ടീച്ചർപ്പടി റോഡാണ് ഈ കാണിക്കുന്നത്. ടീച്ചർപ്പടി റോഡിൽ നിന്നും താഴെ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത്, ഇങ്ങോട്ട് ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് ഈ റോഡ് കാണുന്നു. ഇതിൻ്റെ ഇടത് ഭാഗം ഒരു മതിലുണ്ട്. ഈ മതിലിന് നേരെ താഴെയാണ് നമ്മളെ പാലം കിടക്കുന്നത്. ഈ പാലമാണ് ഇവിടെ ഇപ്പോൾ ഒരു അപകട അവസ്ഥയിൽ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ സൈഡ് കെട്ടിയ ഭാഗം പൊളിഞ്ഞു കിടക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ പാലം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ താഴെ നിന്ന് ഇത് കരിങ്കല്ല് കൊണ്ട് താഴെ നിന്ന് തറ കെട്ടി ഉയർത്തിയ ഭാഗമാണ് കാണുന്നത്. ഈ തറ കെട്ടി ഉയർത്തിയ ഭാഗമാണ് ഇപ്പോൾ വിള്ളൽ വന്നിട്ടുണ്ടോ, വിള്ളലാണ് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടത് വിള്ളലാണ്. മുകളിൽ നിന്നും താഴോട്ട് വരെ വിള്ളലുണ്ട്. മറ്റൊരു ഭാഗത്തേക്ക് ഇനി പോവുകയാണ്. ഇത് മറ്റൊരു ഭാഗമാണിത്. ഈ വിള്ളൽ ഇത് താഴെ ഇങ്ങനെ പോവുകയാണ്. വിള്ളൽ മതിൽ പൊട്ടിയ ഭാഗമാണ്. ഇതിപ്പോൾ മതിലൊരു ഭാഗം പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിള്ളൽ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഈ മതിൽ കെട്ടിയ ഭാഗം, അത് കോൺക്രീറ്റ്, നമ്മുടെ പാലം കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മതിൽ കെട്ടി ഉയർത്തിയതിൻ്റെ ഒരു ഭാഗമാണത്. ഈ വിള്ളൽ അതുണ്ട്, താഴോട്ടുണ്ട്. ഈ വിള്ളൽ ഇങ്ങനെ താഴോട്ട് വന്ന വിള്ളലാണത്. ഈ വിള്ളലുള്ളത് കൊണ്ട് കനമുള്ള, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക്, പാലത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഈ പാലത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്ന് കണ്ടാൽ ഈ പാലം സൈഡ് മൊത്തം പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുകളിലുള്ളത് കാണുന്നത് മണ്ണ് ഇടിഞ്ഞിട്ട് ഒരു ഭാഗം റോഡിൻ്റെ ഒരു ഭാഗം മണ്ണിടിഞ്ഞിട്ട് താഴോട്ട് വീണതാണ്. അതുപോലെ തന്നെ ആ പാലം നിൽക്കാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ കല്ലൊക്കെ പൊളിഞ്ഞ് വീണതാണ് ഈ താഴെ കാണുന്നത്. ഒന്നുകൂടി കാണിക്കുക. അതാ പാലം. ഈ പാലത്തിൻ്റെ ഭിത്തി കെട്ടിയ, അതായത് തറ കെട്ടിയ കരിങ്കല്ല് പൊളിഞ്ഞ ഭാഗമാണ് കാണുന്നത്. അതിലൊരു ഭാഗം മൊത്തമായിട്ട് കരിങ്കല്ല് പൊളിഞ്ഞിട്ട് താഴെ കൂടി നിൽക്കാം. ഇത് മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കാണുന്നത് പാലത്തിൻ്റെ താഴെ ഭാഗമാണ്. കോൺക്രീറ്റ് ചെയ്ത ഭാഗം കമ്പിയാണ് കാണുന്നത്. ഇതുണ്ടോ, തുരുമ്പ് പിടിച്ച കമ്പിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ മതിലിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കാണാം വിള്ളൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ലൈറ്റ് ഇങ്ങനെ വരുന്ന ഭാഗം നോക്കി ശ്രദ്ധിച്ചാൽ മതി. വിള്ളൽ മുകളിൽ നിന്നും താഴോട്ട്, അതായത് പാലം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് ഉയർത്തി പൊക്കിയ മതിലാണിത് കാണുന്നത്. ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ ഉയർത്തി വിള്ളൽ, അതായത് വിള്ളിച്ച വന്നിട്ടുണ്ട്. വിള്ളിച്ച എന്ന് പറഞ്ഞാൽ മതിൽ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. കോൺക്രീറ്റ് ചെയ്ത ഭാഗം കമ്പിയെല്ലാം കാണുന്നുണ്ട്. തുരുമ്പ് പിടിച്ച കമ്പിയാണ്. കോൺക്രീറ്റൊക്കെ പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട് എന്നും അറിയിക്കുകയാണ്. ഇപ്പോൾ പാലത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ കാണുന്ന സ്ഥലം നേരെ പാലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണിത്. അതായത് ടീച്ചർപ്പടി മേലക്കീശ്ശേരി റോഡ്, അതാണ് ആ പാലം. ആ ലാസ്റ്റിൽ കാണുന്നതാണ് അവിടെയുള്ള പാലം. അപ്പോൾ അവിടെ നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഈ അടുത്ത ഭാഗത്ത് തന്നെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ട്രാൻസ്ഫോമർ അത് പഴയ ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ ഇടത് ഭാഗത്ത് തോടാണ്, വയൽ, അതായത് നേരെ തോട് ഭാഗം. വലത് സൈഡിൽ തോടും ഇടത് സൈഡിൽ വയലുമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതാണ് വലത് ഭാഗം വയലാണ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് ഇതാണ് ട്രാൻസ്ഫോമർ. വലത് ഭാഗത്ത് ട്രാൻസ്ഫോമർ ഇതാണ് കാണുന്നുണ്ടോ, ഇതാണ് ട്രാൻസ്ഫോമർ. അത് താഴെ ഭാഗമൊക്കെ ഈ മെസ്സേജ് ഇതൊക്കെ ഇവിടെ വെള്ളം മൂടുന്ന സമയത്ത് വെള്ളം ഈ മെസ്സേജിൻ്റെ ഈ ബോക്സിൻ്റെ മുകളിൽ വരെ നടുക്ക് വരെ ഉണ്ടാവാറുണ്ട് വെള്ളം. ഇതാണ് അവിടുത്തെ ഈ ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ കഴിയുന്നതും ഇവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ വലത് ഭാഗത്ത് കാണുന്ന തോട്ടിൽ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞാൽ ഇത് ഈ റോഡിൻ്റെ മുകളിലൂടെ മറിഞ്ഞിട്ട് നേരെ വയലിലേക്ക് ചാടുന്ന രീതിയാണ് ഉണ്ടാവാറ്. നല്ലവണ്ണം, അതായത് കാലിലെ മുട്ടിനേക്കാളും മുകളിലോട്ട് വെള്ളം കയറുന്ന അവസ്ഥയാണ് മഴക്കാലത്ത് ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട്
ഈ പോസ്റ്റിന് ഒന്നാമത്തെ കാര്യം ഈ ഇപ്പോൾ കണ്ട ട്രാൻസ്ഫോമർ പോസ്റ്റ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുക എന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ കാണിച്ച ഇപ്പോൾ ആ പാലത്തിൻ്റെ അവിടുന്ന് തൊട്ട് ഇപ്പോൾ ഓട്ടോ ലാസ്റ്റ് നിൽക്കുന്ന അതുവരെ ഈ റോഡിൻ്റെ ഭിത്തി, അതായത് ഈ റോഡിൻ്റെ ഈ ഭാഗം ഒന്ന് ഉയർത്തി കെട്ടിയാൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഉയർത്തി കെട്ടിയാൽ നമുക്ക് ഇപ്പം വെള്ളം വയലിലേക്ക്, തോട്ടിൽ നിന്നും റോഡിലൂടെ വയലിലേക്ക് മറിയുന്ന വെള്ളം മറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഞാൻ ഇതിലൂടെ പറയുന്നത്. ആയതുകൊണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒന്ന് പാലത്തിൻ്റെ വർക്ക് പെട്ടെന്ന് തുടങ്ങുക. അതിനുള്ളൊരു ഒരു അത്യാവശ്യ ഒരു ദുരന്ത നിവാരണ ഫണ്ട്, അതായത് അതിന് കണ്ടെത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ട്രാൻസ്ഫോമർ ഇവിടുന്ന് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഭിത്തി ഉയർത്താനുള്ള ഒരു സാഹചര്യം കണ്ടെത്തുക.